ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിംഗ് ഇൻ സെങ്സു എപ്പിസോഡ് 12 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ യുൻഹോ രണ്ട് ടീമിനും പ്രസന്റേഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് പറയുന്നതിലൂടെയാണല്ലോ എപ്പിസോഡ് 11 അവസാനിച്ചത്. യുൻഹോ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ യൂമി ആണെങ്കിൽ നീ എന്താ ഈ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിലോ ഇതേതാ ഈ പുതിയ ആള്, മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ യുൻഹോ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ എന്നാ നീ പറ, എന്റെ ഈ സെഗ്യോ സോജു ഞാൻ നിർത്തണോ അതോ തുടരണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വളരെ കൂളായിട്ട് അത് നിർത്തുന്നതാ നല്ലതെന്ന് പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ആളുടെ പ്രൊഡക്റ്റ് നിർത്താനാണ് ഇവൻ കൂളായിട്ട് പറയുന്നത്. എന്നാ ശരി, നീ തയ്യാറാക്കിയ നിന്റെ പ്രസന്റേഷൻ കാണട്ടെ എന്ന് ഡയറക്ടർ പറയുമ്പോൾ യുൻഹോ വളരെ വ്യക്തമായി ക്ലിയറായി ആ പ്രസന്റേഷൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ സോജു വളരെ കുറവിലാണ് വിറ്റുപോയിട്ടുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വലിയൊരു നഷ്ടമാകും എന്നൊക്കെ പറയുമ്പോൾ സംഭവം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഡയറക്ടർക്ക് ഒരു ചെറിയ വിഷമം തോന്നുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ ശരി, അപ്പൊ നീ പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഞാൻ നിർത്തണം എന്നാണോ എന്ന് ചോദിക്കുന്നത് കേട്ട് നിർത്തുന്നതാ നല്ലതെന്ന് ഇവൻ വീണ്ടും കൂളായിട്ട് പറയുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് റീബ്രാൻഡിങ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതിനൊരു കുതിപ്പുണ്ടാകുമെന്ന് ഇവൻ പറയുന്നതും ഞാൻ വിചാരിച്ച പോലെയല്ല, നീ സ്മാർട്ടാണല്ലോ. അങ്ങനെ നമ്മൾ ടീം 1ന്റെ പ്രസന്റേഷൻ കണ്ടു. ഇനി നമുക്ക് നയോനയുടെ ടീമിന്റെ പ്രസന്റേഷൻ കാണാമെന്ന് പറഞ്ഞ് ഇവരെ നോക്കുന്ന ടൈമിൽ നയോന ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല എന്ന ഡയറക്ടർ ആണെങ്കിൽ ജെന്നിയോട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. ജെന്നി ആണെങ്കിൽ ഞാൻ കുടിക്കാത്തത് കൊണ്ട് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ താൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും പ്രസന്റേഷൻ അവതരിപ്പിക്കണം, താൻ സ്കൂൾ ഗ്രാജുവേറ്റ് ആണല്ലേ, എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ച് ആളെയിട്ട് നന്നായി കളിയാക്കുന്നുണ്ട്. നിങ്ങളുടെ ടീമും യൂമിയുടെ ടീമും ഒരു മാച്ചും ഇല്ല, നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ടീമിൽ ആരൊക്കെയുള്ളത്? ഒരു വയസ്സായ സ്ത്രീയും ഒരു ഗേയും പിന്നെ ഒരു ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ആയ കുട്ടിയും. അതായത് ശരിക്കും ഒരു ഹാൻഡിക്കേപ്ഡ് ആയ ടീമാണ് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ടീമിനെയും കളിയാക്കുന്നതും ജെന്നി ആണെങ്കിൽ ദേഷ്യത്തിൽ ഇയാളെ കുറെ ചീത്തയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ കരയാൻ മാത്രം ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ ടീം വളരെ സോഫ്റ്റ് ആണ് എന്നും പറഞ്ഞ് യുൻഹോയെ നോക്കി എന്താ അതിന് മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യുൻഹോയാണെങ്കിൽ ഇതിനിപ്പോ എന്താ എത്ര കരയാനുള്ളതെന്ന് പറയുമ്പോൾ നയോനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ 1 വീക്ക് രണ്ട് ടീമിനും സമയം തരാം, അതിന്റെ ഉള്ളിൽ ഈ ലിക്കർ മാർക്കറ്റിൽ നമ്മുടെ സോജുവിനെ ഉയർത്താൻ ആർക്കാണോ കഴിയുന്നത് അവരുടെ പ്രസന്റേഷൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നും പോകുന്നതിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ജെന്നി ഇരുന്ന് കരയുന്നതും ഇവരെല്ലാവരും ജെന്നിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഡയറക്ടർ എന്നെ വർക്ക് ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നിന്റെ പണി പോകുമെന്ന് പറഞ്ഞ് ഇവളെ ഉപദേശിക്കുന്നുണ്ട്. ജെന്നി ആണെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് ലീനെ നിങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ള വുമൺ അല്ലേ, നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെ പറയുന്നതും ലീക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലായിരിക്കും വാക്ക് തർക്കം. ജെന്നി ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നതും ലീ ആണെങ്കിൽ അവൾ എന്താ പറഞ്ഞ് എന്നെ കണ്ട പ്രായം തോന്നിക്കുന്നു, എന്നെ കണ്ട ശരിക്കും പ്രായം തോന്നിക്കൂ എന്നൊക്കെ നയോനോട് ചോദിച്ച് ചൂടാകുന്നതും നയോനയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പരസ്പരം തല്ലുകൂടെയല്ല വേണ്ടത്, ശരിക്കും നമ്മുടെ ശത്രു എന്ന് പറയുന്നതും അവിടേക്ക് വരുന്ന യുൻഹോയെ ചൂണ്ടിക്കാട്ടി ദേ ഇവനാണ് എന്ന് പറയാണ്. അതിനുശേഷം നയോന ദേഷ്യത്തിലെ യുൻഹോയെ വിളിക്കുന്നതും മാഡത്തിന് ഇത് എന്താ പറ്റിയ, മാഡത്തിന്റെ തലയിൽ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല, യൂമിയായിട്ട് ടീം ചേരണമെങ്കിൽ ചേർന്നോ, പക്ഷെ ഞങ്ങൾ എന്തിനാ ഈ പ്രൊജക്റ്റിലേക്ക് വലിച്ചഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, അണ്ടർഡോഗ് ടീമിന് ഞാൻ ഒരു പ്രൊജക്ട് ഒപ്പിച്ചു തന്നില്ലേ, അത് നല്ല കാര്യമല്ലേ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. മാഡത്തിന് അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മുന്നേ എന്നോട് പറയണ്ടേ, നമ്മൾ തമ്മിൽ ഇങ്ങനെ മറ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുൻഹോയാണെങ്കിൽ തിരിച്ചു ചോദിക്കുന്നത് അതിന് നമ്മൾ തമ്മിൽ എന്താ എന്നാണ്. നയോനയാണെങ്കിൽ നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുമ്പോൾ അതായത് ഇവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആ ടൈമിലാണ് യൂമി യുൻഹോയെ വിളിക്കുന്നതും ഇവനാണെങ്കിൽ 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ഇവളെ ഷോർട്ടായിട്ട് പേര് വിളിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുമ്പോൾ നയോനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. യൂമിയായിട്ട് ഇത്രയ്ക്കും കണക്ഷൻ വന്നോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിസ്റ്റർ ചായയായിട്ട് ഡേറ്റിംഗ് ചെയ്യുമെന്ന് നയോന ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നയോനയും ലെക്സും ലീയും കൂടി ഒരു ബാർ റെസ്റ്റോറന്റിലേക്ക് എത്തുന്നതും നയോനയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ലെക്സ് പറയുന്നുണ്ട് ഒരു പ്രൊജക്ട് ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഈ പ്രൊജക്ട് ഏറ്റെടുക്കണോ എന്ന്. നയോനയാണെങ്കിലോ നമ്മൾ ഇത് ജെന്നിക്ക് വേണ്ടിയാ ചെയ്യുന്നത്, അയാൾ എന്തുമാത്രം അവളെ അപമാനിച്ചെന്ന് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ, നമ്മൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഇവർ ആ റെസ്റ്റോറന്റിലേക്ക് പോകുന്നതും അവിടെ മിക്ക ആളുകളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക ഇവരുടെ സോജു ആയിരിക്കില്ല, പകരം വേറൊരു ബ്രാൻഡിന്റെ ആയിരിക്കും. നമ്മുടെ സോജു ആരും കുടിക്കുന്നില്ലല്ലോ എന്ന് നയോന പറയുന്നതും ഇവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവരുടെ സോജു തന്നെയായിരിക്കും. ഇത് കുടിക്കുന്ന ലെക്സ് ആണെങ്കിൽ ഓ എന്തൊരു കയ്പ, വെറുതെ എല്ലാ ആൾക്കാർ ഇത് ഓർഡർ ചെയ്യാത്തതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീ ആണെങ്കിൽ കയ്പോ ചുമ്മാ പറയല്ലേ, അല്ലെങ്കിൽ തന്നെ ഈ സോജു തമ്മിൽ എന്ത് വ്യത്യാസമുള്ള, എല്ലാം ഒരുപോലെയല്ലേ, ഇതൊക്കെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈസിയായി പറ്റുമെന്ന് പറഞ്ഞ് ലെക്സ് ഓരോ സോജുവിന്റെയും ടേസ്റ്റ് വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ലീ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ കണ്ണടയ്ക്ക്, ഞങ്ങൾ എല്ലാം സോജും തരാം, എന്നിട്ട് അതിൽ ഒരെണ്ണം കുടിച്ചിട്ട് അത് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്ന് ഇവർ പറയുന്നത് കേട്ട് ലെക്സ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഉത്തരം തെറ്റിച്ചു പറയുമ്പോൾ നയോനയാണെങ്കിൽ അപ്പോ ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഇല്ല, അപ്പൊ ഈ സോജുവിനൊക്കെ ഒരേ ടേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ പിന്നെ നമ്മുടെ സോജു എന്താ അങ്ങനെ വിറ്റുപോകാത്തത്, വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇവർ ആലോചിക്കുന്ന ടൈമിലാണ് തൊട്ടടുത്ത ടേബിളിലെ ആള് ഇവരുടെ സോജു ഓർഡർ ചെയ്യുന്നതും
ദേ അയാൾ നമ്മുടെ സോജു ഓർഡർ ചെയ്തിരിക്കുന്നത്, നമുക്ക് അയാളോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തതെന്ന്. കസ്റ്റമേഴ്സിന്റെ അഭിപ്രായമാണല്ലോ മുഖ്യം എന്നൊക്കെ പറഞ്ഞ് ഇവരിത് പോയി അയാളോട് ചോദിക്കുന്നതും ഇവരിത് ചോദിക്കുന്ന ടൈമിലാണ് അയാൾ ഈ സോജു അല്ല ഓർഡർ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതും. ഞാൻ ഈ സോജു അല്ലല്ലോ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ് അത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവരെല്ലാവരും ചമ്മിപ്പോകുന്നതും പിന്നീട് ഷെൽഫിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ സോജു ഒക്കെ പൊട്ടിക്കാതെ പാക്ക് കണക്കിനിരിക്കുന്നതാണ് കാണുന്നത്. അടിപൊളി, ഒന്നും വിറ്റുപോയിട്ടില്ലാലേ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും വിഷമിക്കുന്നുണ്ട്. ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് യൂമി നേരത്തെ ഒരു ആക്ടറായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അയാളുമായി ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നതും. ഈ ആക്ടർ ആണെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷം നീ എന്നെ മീറ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, നിന്റെ തൊലിക്കട്ടി എന്തായാലും സമ്മതിക്കണം, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല നിന്നെ കാണേണ്ടത്, പകരം മറ്റൊരാൾക്കാണെന്ന് യൂമി പറയുന്നതും ഈ ആക്ടർ ആണെങ്കിൽ എനിക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇവൻ എന്താ ഇങ്ങനെ ലേറ്റ് ആകുന്നത്, ചിലപ്പോൾ ഇവന് ഈ സ്വഭാവം കിട്ടിയത് നയോനയുടെ അടുത്ത് നിന്നായിരിക്കുമെന്ന് യൂമി പറയുന്നത് കേട്ട് ഈ ആക്ടർ ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അപ്പൊ യൂമി ആണെങ്കിൽ അല്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മറ്റാരെയുമല്ല നയോനയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോഴേക്കും യുൻഹോ അവിടെ എത്തുന്നുണ്ട്. യൂമി ആണെങ്കിൽ ഇത് നമ്മുടെ ഏജൻസിയിലെ പുതിയ സ്റ്റാഫാണെന്ന് പറഞ്ഞ് യുൻഹോയെ പരിചയപ്പെടുത്തുമ്പോൾ യുൻഹോയാണെങ്കിൽ ഞാൻ നയോനയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ യുൻഹോയാണെങ്കിൽ ഞങ്ങള് സെഗ്യോ സോജു വീണ്ടും റീലോഞ്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ പേഴ്സണൽ അംബാസിഡറായി ഞങ്ങൾ നിന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ യൂമി ആണെങ്കിൽ ഇങ്ങനെയെല്ലാം ഓപ്പണായി പറയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്ന ആക്ടർക്ക് ഇത് കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. എന്നെ ഫോറിൻ ബ്രാൻഡ് ആയിട്ടുള്ള വിസ്കിക്ക് വരെ മോഡലായി വിളിച്ചിട്ടുണ്ട്, അപ്പോഴാണോ ആർക്കും വേണ്ടാത്ത ഈ വില കുറഞ്ഞ സോജുവിന് വേണ്ടി എന്നെ മോഡലായി വിളിക്കുന്നത്, എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നല്ല ഒരു എമൗണ്ട് യൂമി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആക്ടർ ആണെങ്കിൽ നീ നയോനയുടെ കൂടെ ഇത്ര കാലം നടന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ പൈസ കൊടുത്താൽ എല്ലാം സെറ്റാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് ഈ ക്യാഷ് നിനക്കുള്ള ഓഫർ ആണെന്ന് ആരാ പറഞ്ഞത്, ഈ ക്യാഷ് നീ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരേണ്ടി വരുമെന്ന് യുൻഹോ പറയുന്നത് കേട്ട് ഈ ആക്ടറിനും യൂമിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ യുൻഹോയാണെങ്കിൽ നീ ഒരുപാട് കേസ് കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ മറ്റാരും അറിയാതെ ഒത്തുതീർപ്പാക്കിയത് നയോനയല്ലേ, ആ ന്യൂസ് ഒക്കെ പുറത്തു വന്നാലോ എന്ന് പറഞ്ഞ് യുൻഹോ ഇവന് വിരട്ടുമ്പോ ഇവനാണെങ്കിൽ നീ നയോനയുടെ കൂടെയാണ് താമസം, നിനക്ക് എല്ലാം അറിയാന്ന് വിചാരിച്ച് നീ എന്താ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ വിരട്ടലൊന്നുമല്ല, അല്ല നിനക്കും നയോനയെ വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നും അല്ലല്ലോ, കാരണം നിന്റെ എല്ലാ സീക്രട്ടും അവൾക്കറിയാം, അതെങ്ങാനും പുറത്തു വന്ന നിന്റെ ഗതി അതോ ഗതിയാ, അതുകൊണ്ട് നീ ഒരുപാട് അവളെ സഹിച്ചിട്ടില്ലേ, നമ്മൾ 2 കൂട്ടരും ശരിക്കും ഒരേ ബോട്ടിലാണ് യാത്ര ചെയ്യേണ്ടത്, കാരണം നമ്മുടെ 2 പേരുടെയും ലക്ഷ്യം ഒന്നാണ്, നയോനയുടെ തകർച്ച എന്നിവൻ പറയുന്നത് കേട്ട് ഈ നയോനയുടെ ബോയ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താ നിങ്ങൾ തമ്മിൽ വല്ല സൗന്ദര്യ പിണക്കമുണ്ടോ, നയോനയെ ശരിക്കും തകർക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഈ ആക്ടർ ഡ്രിങ്ക്സ് ഇവന്റെ നേരെ നീട്ടുമ്പോൾ ഇവനാണെങ്കിൽ അതൊരു ഗ്ലാസ്സിൽ ഫുള്ളും ഒഴിച്ചതിനു ശേഷം നീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നതും ഈ ആക്ടർ ആണെങ്കിൽ അതിലും വലിയ ഗ്ലാസ്സിൽ കുറച്ചുകൂടി കൂടുതൽ മദ്യം ഒഴിച്ചു കുടിക്കുന്നുണ്ട്. ഞാനൊരു ഗെയിമും തോൽക്കാൻ വേണ്ടി കളിക്കാറില്ല എന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് യുൻഹോ ഇവൻ കുടിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് യൂമിയുടെ കിളി പോകുന്നുണ്ട്. ഈ ആക്ടർ ആണെങ്കിൽ പിന്നീട് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആളുടെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആൾക്കതിന് കഴിയുന്നില്ല. പിന്നീട് ഇവൻ പറയുന്നുണ്ട് നിന്റെ കണ്ണിലെ പുച്ഛഭാവം കാണുമ്പോൾ അത് ശരിക്കും എന്നെ നയോനയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവളും ഇതുപോലെയാണ് എന്നെ നോക്കാറ് എന്ന് പറയുന്നതും ആൾ അവിടെ ഓഫ് ആകുന്നുണ്ട്. ഈ ടൈമില് യുൻഹോയാണെങ്കിലോ എഗ്രിമെന്റ് എടുത്ത് ഇവന്റെ വിരലടയാളം അതിൽ പതിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന യൂമി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടൂ എന്ന് ചോദിക്കുമ്പോൾ ഇവന് വേറെ ഒരു മാർഗ്ഗം ഇല്ല എന്നാണ് യുൻഹോ പറയുന്നത്. ഇവന്റെ ഫേസിലെ മുഖമാറ്റം കണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് യൂമി ചോദിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന യുൻഹോ അപ്പൊ തന്നെ ഇവളുടെ തോളിലേക്ക് ഓഫ് ആയി വീഴുന്നുണ്ട്. ഇതേ ടൈമില് റിസർച്ച് ചെയ്യാൻ പോയ ടീം അടിച്ച് നന്നായി ഫിറ്റ് ആകുന്നതും ലെഗ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് അത്യാവശ്യം സെയിൽ ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നയോനയാണെങ്കിൽ എന്നാലും ആൾക്കാർ എന്തിനാ കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതായത് നയോനയുടെ ഉള്ളിലുള്ള യുൻഹു അങ്ങനെ കുടിക്കാറില്ലല്ലോ. ഇത് കേൾക്കുന്ന ലീ ആണെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കുടിക്കാതിരിക്കുക, അതിന് മാത്രം സ്ട്രെസ് അല്ലേ എന്ന് പറയുന്നതും അങ്ങനെ ഇവർ അടിച്ച് നന്നായി ഫിറ്റ് ആകുന്ന ടൈമില് ജെന്നി അവളുടെ ബോയ് ഫ്രണ്ടുമായി പോകുന്നത് നയോന ശ്രദ്ധിക്കുന്നുണ്ട്. അത് ജെന്നി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലെക്സ് ആണെങ്കിൽ ശരിയാണല്ലോ, പക്ഷെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ട ഒരുപാട് പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമില് യൂമി ആണെങ്കിൽ കുരിശുമേന്തി പോകുന്നത് പോലെയാണ് യുൻഹോയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവന്റെ വീട് ഭയങ്കര ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇവള് പറയുന്നുണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവർ ആയിരുന്നെങ്കിൽ എന്തായാലും ഇത്രയും ഉയരത്തിലേക്ക് വരില്ല എന്ന്. അങ്ങനെ ID കാർഡ് നോക്കി ഇവന്റെ വീട് ഇവള് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ ടൈമില് നയോനയാണെങ്കിൽ ഫിറ്റ് ആയി പോകുന്നതും ലെക്സ് ഇവർ കുടിക്കുന്ന ടൈമിൽ എടുത്ത പിക്ചേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നയോനയാണെങ്കിൽ യുൻഹോയെ ട്രൈ ചെയ്യുന്നതും ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട്. ആ ടൈമിൽ ആരോ ഇവളെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നതും ഇവളാണെങ്കിൽ പേടിച്ച് വരുന്ന ആൾക്കിട്ട് നല്ലതൊരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് പാവം ചായ ആയിരിക്കും. ഇവളാണെങ്കിൽ അയ്യോ സാറായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാറോ എന്നിവൻ തിരിച്ചു ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കുന്ന നയോന അല്ല നീ ആയിരുന്നു എന്ന് മാറ്റി പറയുന്നുണ്ട്. ചായയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നത് കണ്ട് ഇവരുടെ 2 പേരുടെയും കിളി
വിളി പോകുന്നുണ്ട്. യൂമിയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഇവനെ വീട്ടിലെത്തിക്കുന്നതും ഈ വീട് കാണുമ്പോൾ ഈ വീട് നിനക്ക് ശരിക്കും ചേരുന്നില്ല എന്ന് ഇവള് പറയുന്നുണ്ട്. ഇതേ ടൈമില് നയോനയാണെങ്കിൽ മിസ്റ്റർ ചായയുടെ മൂക്കില് പഞ്ഞിയൊക്കെ കുത്തിത്തിരുകുന്നതും ഇവനാണെങ്കിൽ ഇവളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ കാര്യമെന്ന് നയോന ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൾ ശ്രദ്ധിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കൈ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ പെട്ടെന്ന് കൈ പിൻവലിക്കുമ്പോൾ ഇങ്ങനെയൊന്നും നീ റിയാക്ട് ചെയ്യാറില്ലല്ലോ എന്ന് മിസ്റ്റർ ചാ ചോദിക്കുന്നുണ്ട്. നയോനയാണെങ്കിൽ അതിനിപ്പോ എന്താ കുഴപ്പം, നമ്മൾ രണ്ടുപേരും ആണുങ്ങളല്ലേ എന്ന് പറയുമ്പോൾ എന്നാണ് മിസ്റ്റർ ചാ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ അല്ല നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവള് പോകാൻ നോക്കുന്ന ടൈമിൽ മിസ്റ്റർ ചാ ഇവളെ തടയുന്നുണ്ട്. ഞാൻ എന്നും ഹോസ്പിറ്റലിൽ വരാറുണ്ടായിരുന്നു, നീ എണീക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പെട്ടെന്നാണ് അവിടേക്ക് യുൻഹോ വന്ന് നിന്റെ ഗാർഡിയനായി അഭിനയിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തോ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നയോനയുടെ ഉള്ളിലുള്ള യുൻഹോയ്ക്ക് എന്താ തിരിച്ചു പറയേണ്ടെന്ന് ഒരു എത്തും പിടി ഉണ്ടാവില്ല. ഇതേ ടൈമില് യുൻഹോയ്ക്കാണെങ്കിൽ ബോധം വരുന്നതും യൂമിയാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത് കണ്ട് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ യുൻഹോ ഇവളെ തടയുന്നുണ്ട്. മെസ്സേജ് അയച്ചത് അയാളായിരിക്കുമല്ലേ, നിനക്ക് ബുദ്ധിമുട്ട് തന്ന ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം നോക്കിയെന്ന് പറഞ്ഞ് യൂമി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ഇവളെ വലിച്ച് തന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നതും മിസ്റ്റർ ചായയാണെങ്കിലോ നീയും യുൻഹോയും തമ്മിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ഇവൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അവനെയൊക്കെ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇവളാകെ പെട്ടുപോകുന്നുണ്ട്. യുൻഹോയാണെങ്കിലോ യൂമിയോട് നീ ഇപ്പൊ എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ നോക്കുന്നതും അതുപോലെ തന്നെ മിസ്റ്റർ ചായയാണെങ്കിലോ നയോനയുടെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർ കിസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും കാണിക്കാതെയാണ് എപ്പിസോഡ് 12 ഒരു വലിയ സർപ്രൈസോട് കൂടി ഇവിടെ അവസാനിക്കുന്നത്. ഒരു കിസ് തന്നെ വരുത്തി വെച്ച കാര്യമൊന്നും പറയണ്ടല്ലോ, അതിന്റെ ഇടയിലാണ് ഇനി അടുത്തത്. എന്തായാലും എന്താ സംഭവിക്കുക എന്ന് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ പറ്റൂ.